അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പോരാട്ടം എന്നുള്ളത് അത് നമ്മളോട് തന്നെ നടത്തേണ്ടതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, അതുമായിട്ട് നമ്മൾ നടത്തേണ്ടതായിട്ടുള്ള ഒരു സംഘട്ടനം, ആ ജിഹാദുൻ നഫ്സ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫീ ത്വാഅത്തില്ലാ. യഥാർത്ഥ പോരാളി അത് അള്ളാഹിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടി സ്വന്തത്തോട് നഫ്സുമായിട്ട് പോരാടുന്നവനാണ്, മല്ലിടുന്നവനാണ്. അതുതന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ശക്തൻ. അത് യുദ്ധക്കളത്തിൽ ധീരമായി ശത്രുവിനോട് പടവെട്ടുന്നവനല്ല, അല്ലെങ്കിൽ ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല, മറിച്ച് റസൂലുള്ളാഹി അവിടെ പറയുന്നത് അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുന്ന സമയത്ത് സ്വയം നിയന്ത്രിക്കുന്നവനാണ്. അവനെ തന്നെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ, സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും കരുത്തനെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിന് മറ്റേതിനേക്കാളും കൂടുതൽ ശക്തി വേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ നോമ്പ് വഴി നമ്മൾ പരിശീലിക്കുന്നത്.